നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കാം. രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടോയെന്ന് എനിക്കൊരു അപകടം മാത്രം പിന്നെ പറയാൻ പറ്റത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിദ്ധാർത്ഥ് വണ്ടി ഇടിച്ച ആൾക്ക് അത്യാവശ്യം നല്ല പരിക്കുണ്ടെന്നാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ കൂടെ അയാൾ ചാടി ബൈക്കിലോട്ട് മാറിയോണ്ട് അയാൾ രക്ഷപ്പെട്ടു. ബസ് സ്റ്റോപ്പിന്റെ കൈവരി ഇടിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത്. ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കാം. രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടോയെന്ന് എനിക്കൊരു അപകടം മാത്രം പിന്നെ പറയാൻ പറ്റത്തില്ല. അയാൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കും, പൊങ്ങി പോയിട്ട് നടുക്കത്ത് ലൈൻ്റെ ഇപ്പുറത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കാണ്. ഇവന്റെ അഭിനയമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ആ ഇഷ്ടം പോയി. ഇവൻ ചെയ്തൊരു തെറ്റെന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഇടിച്ചിട്ട് ആളെ ഒന്ന് പോയി നോക്കായിരുന്നു. ഇവൻ പോയി നോക്കിയില്ല. ഇവനോട് ആ കാര്യത്തിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇവൻ അത് ചെയ്യണമായിരുന്നു. കാരണം ഇവനൊരു മിസ്റ്റേക്ക് പറ്റി. അത് പോയി നോക്കാനുള്ള ഒരു ബാധ്യത ഇവൻ ഉണ്ടായിരുന്നു. ഒരു ലോട്ടറി കച്ചവടക്കാരനെയാണ് ഇടിച്ചിട്ടത്. അയാളുടെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവൻ പെരുമാറിയത്. ഇനി അയാളുടെ ചികിത്സാ ചെലവ് ഇവൻ കൊടുക്കണമെന്നാണ് പോലീസ് പറഞ്ഞെന്നാണ് കേട്ടത്. അതൊരു സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല. അല്ലെ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കെല്ലാം പറയുന്നത്. അവൻ ഷോ കാണിക്കുകയാണ്, അവർക്ക് ചീത്ത വിളിക്കുകയാണ്. അവൻ ആരാന്ന് അവന് ബോധമില്ല. അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്ന ടൈം അല്ല, ഒരു ബോധമില്ല. എനിക്ക് തോന്നുന്നു കള്ളു കുടിച്ചിട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവോ? അവന് നിൽക്കാൻ വയ്യ. ചില ആളുകൾ പറയുന്നുണ്ട് ക്രിസ്മസ് അല്ലേ അവൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് അവനെ കുറ്റപ്പെടുത്തുന്നതെന്ന്. എല്ലാവരും കുടിക്കുന്നില്ല, അവനോട് ക്ഷമിച്ചുകൂടെന്ന്. കാരണം കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അപകടം പറ്റുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കേസാണ്. കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്, ആരുടെയെങ്കിലും ദേഹത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവൻ അറിയാവുന്ന കാര്യമാണ്. ഇവനെക്കുറിച്ച് ഒരു ബ്ലോഗർ പറയുന്ന വീഡിയോ ഉണ്ട്. അതായത് നമ്പർ 80 ഹോട്ടലിൽ ഒരു മോഡൽ മരിച്ച ഇഷ്യൂ ഉണ്ടായിരുന്നു. അവരവിടെ ബ്ലോഗ് എടുത്തപ്പോഴത്തേനും ഇവൻ അതിലുണ്ടായിരുന്നു. മോനെ, ശരിക്കും എന്നെ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ, 2021 ഒക്ടോബർ 21 കൊച്ചിൻ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും 2 പേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ. നീ മാത്രമൊന്നുമല്ല, മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ, ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ്. ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു, ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ, പേര് പറഞ്ഞൂടെ. എനിക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഈ 2025 ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു. പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി, ഞാൻ നന്നായിക്കോളാന്ന്. എന്താ മോനെ അവസ്ഥ? ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ഇത് വൻനിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ലജ്ജ തോന്നുന്നു. ഇനി അന്നച്ചേച്ചി ഇതിന്റെ പുറകിലില്ല. അന്നച്ചേച്ചിക്ക് അന്നച്ചേച്ചിന്റെ കുടുംബവും കുടുംബ സമാധാനമാണ് വലുത്. താങ്ക് യു. ഇവന്റെ വീഡിയോ അവർ പുറത്തു വിട്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാല് പിടിച്ചവരുടെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല, ഇതുപോലത്തെ പരിപാടിക്ക് ഞാൻ ഇനി പോകത്തില്ല, ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഇവന്റെ വീഡിയോ അവർ പുറത്തു വിട്ടില്ല. പക്ഷെ ഈ സംഭവം അറിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി, അവരോട് പറഞ്ഞ വാക്ക് ഇവൻ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോഴത്തേനും അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ പുറത്തു വിട്ടു ഇവന്റെ. ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഇപ്പൊ മോഡൽ മരിച്ച ഒരു കേസിലാണ് എത്തി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ കൂടെ വന്ന ഇവന്റെ വീഡിയോ കാണുമ്പോഴത്തേനും നമുക്ക് സങ്കടം തോന്നും. ആളുകളൊക്കെ നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല ഇവന്റെ സ്ഥിരം പരിപാടിയാണിത്. എന്റെ പൊന്നു ബ്രോ, ഇന്നലെ തുടങ്ങിയാണ് ഇവന്റെ പരിപാടി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ പറയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ യൂട്യൂബറാണ്, യൂഷ്വൽ സൈക്കോ എന്ന് പറയും. പുള്ളി കണ്ടതാണ് ഇതേ കോലത്തിൽ തന്നെ ഒരു പെണ്ണും ഉണ്ടായിരുന്ന ആ സമയത്ത്. അവന്റെ വണ്ടി പോലും ഒരുമാതിരി ചണങ്ങി പറഞ്ഞാ പോകുന്നത്. അവന് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. സ്ഥിരം ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തെളിവ് സഹിതം ഓരോരുത്തരെ ഇരിപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം സംബന്ധമായിട്ട്. പിന്നെ ഒരുത്തനും ഇവന്റെ കഴുത്തിൽ കൂടെ കയറിയിട്ട് മുറുക്കി. സത്യം പറയുവാണെങ്കിൽ അവനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുപോലത്തെ പരിപാടിയാണ് അവൻ ചെയ്തത്. വീഡിയോയിൽ അവൻ കയറിട്ട് മുറുക്കുന്ന വിഷ്വല് ക്ലിയർ ആണ്. സത്യം പറയുവാണെങ്കിൽ ഇവൻ എന്ത് ദേഷ്യത്തിന്റെ പുറത്താണ് അവന്റെ കഴുത്തിൽ കൂടെ കയറിട്ട് മുറുക്കിയത്. അവൻ ചത്തുപോയിട്ടുണ്ടെങ്കിലോ നടു റോഡിലിട്ടിട്ട് അവനെ ടടി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവനെടുത്ത് റോഡിന്റെ സൈഡിലേക്ക് ഇടുക, എന്നിട്ട് പോലീസിനെ വിളിക്കുക. കൈയും കാലും കെട്ടിയിട്ടാലും കുഴപ്പമില്ല, ദേഹത്ത് കൈവെക്കരുത്. അതിനുള്ള അവകാശം നിനക്കൊന്നും ഇല്ല. മദ്യപിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ മദ്യമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഇവൻ അറിയുമ്പോഴത്തേനും ഇവന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. സത്യം പറയുവാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരെ നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത്. അതായത് അവനെ അടിക്കുന്നു, അവനെ തെറി വിളിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ നാട് ഒരിക്കലും നന്നാകാൻ പോകുന്നില്ലെന്ന്. ഗൈസ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.